ഹലോ, ഞാൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ സൈസ് എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ പോകുന്നത്. കാരണം സൈസ് ഇതിൽ വരുന്ന എക്സൽ, 2XL, 3XL, 4XL എന്ന് പറയുന്നത് എത്രത്തോളം നമ്മളുടെ സാധാരണ ഇടുന്ന സൈസുമായിട്ട് ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൈസ് ചാർട്ട് ഓരോന്നിൻ്റെയും സൈസ് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പാൻറ്റ് കുഴപ്പമില്ല, പക്ഷേ ടോപ്പിൻ്റെ സൈസ് നമ്മൾ കാണിക്കാൻ പോകണം. കാരണം അത്രത്തോളം 5XL എന്നൊക്കെ പറയുമ്പോൾ 4XL എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാട് വീതി ഉണ്ടെന്ന്, പക്ഷെ അത്രയില്ല. വളരെ കുറഞ്ഞ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡെയിലി ഇടുന്നതിൽ നിന്നും കുറഞ്ഞ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതൊന്ന് ഓരോ പാക്കിൻ്റെ സൈസ് കാണിച്ചു തരാം. ഫസ്റ്റ് XXL, ഇതാണ് XXLൻ്റെ ഒരു പാക്ക്. ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇത് വരുന്ന ഒരു ഇതാണിത്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടോപ്പ്, അതുപോലെ പാൻറ്റ് ഇതാണ്. പാൻറ്റ് പിന്നെ കൂടുതൽ അത്ര പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് സൈസ് കൂടുതലനുസരിച്ച് പാൻറ്റിൻ്റെ വീതിയും ലെങ്ത്തൊക്കെ കുറച്ച് നന്നായിട്ടുണ്ടാവും. കാരണം ടോപ്പ് ഇത് 2XL ടോപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കാണുന്നുണ്ടോ അറിയില്ല. ഇത്രയുമാണ് 2XL സൈസ് വരുന്നത്. ഇത് ഇപ്പോൾ എനിക്ക് പാകമാവും, കാരണം ഞാൻ XL ആണ് സാധാരണ ഇടല്. ഇത് 2XL എന്ന് പറയുമ്പോൾ 2XL എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ എനിക്കിത് കുറച്ച് ടൈറ്റായിട്ട് ഉണ്ടാവും. കാരണം അത്യാവശ്യം ഇത് ഞാനിങ്ങനെ ഇടുവാണെങ്കിൽ ഇത്ര വരുന്നുള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുന്ന സംഭവം എത്ര വീതിക്കുണ്ട് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് മനസ്സിലാക്കാം. ഇത്രയും ആണ് വരുന്നത്. ഇതിൻ്റെ കൈയിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ വരുന്നത്. സൈസ് ഉണ്ടോ? ഇത്രയും വലിയ സൈസാണ് വരുന്നത്. ഓക്കെ, ഇതാണ് 2XL എന്ന സൈസ് ചാർട്ട്. 2XL ആണ്, XXL. സോ ഇതാണ് ഇത് വരുന്നത് 4XL ആണ്. 4XL ആണ്. നമുക്ക് 3XL എടുക്കാൻ പോകാൻ പറ്റില്ല. ഇത് 4XL ആണ്. ഇതിൻ്റെ പാൻറ്റ് നോക്കും. ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെ, ഇതാണ് പാൻറ്റ്. ഇത്രയും ലെങ്ത് ഉണ്ട് പാൻറ്റിന്. പിന്നെ കുപ്പായം വരുന്നത്, ടോപ്പ് വരുന്നത് ഇത്രയും ഡിഫറൻസേ ഉള്ളൂ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയാണ് ഇതിൻ്റെ ടോപ്പ്. സോ ഭയങ്കര ഇതാണ് 4XL വരുന്ന സൈസ്. 4XL എന്ന് പറയുമ്പോൾ വലിയതാണ് വിചാരിക്കേണ്ട. ഇത് ഏകദേശം നമുക്കൊക്കെ ഇത്രയും പാകാവുന്ന രീതിക്കാണുള്ളത്. ഇട്ട് കഴിഞ്ഞാൽ വലിയ സൈസ് ഡിഫറൻസ് തോന്നില്ല. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് മാക്സി ഇടുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ സൈസ് ഇടുന്നതായിരിക്കും ബെറ്റർ. കാരണം മാക്സി ഇടുമ്പോൾ കുറച്ച് ലൂസ് വേണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സൈസ് ഇടുമ്പോൾ അത് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവും. ഇത്രയാണ് 4XLൻ്റെ സൈസ് കേട്ടോ. 4XL ലെങ്ത്ത് വന്നിട്ട് ഇത്രയുണ്ട്. കൈയിൻ്റെ വണ്ണം ഇത്രയേ ഉള്ളൂ. കൈ ലെങ്ത്ത് കൈൻ്റെ. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇത് നല്ല ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ. ഭയങ്കര സോഫ്റ്റ് ആട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സോഫ്റ്റാണ്. കാരണം എനിക്കത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല ക്ലോത്താണെന്ന്. ഇതാണ് നമ്മുടെ 4XLൻ്റെ സൈസ്. ഇതാണ് 5XL ആണ്. 3XLൻ്റെ ആണ് താഴത്തെ ഉള്ളത്. ഇതാണ് 5XL സൈസ്. ഇത് അതേപോലെ തന്നെ അൾട്ടിമേറ്റ്ലി സോഫ്റ്റ് കംഫർട്ടബിൾ ആണ്. സോഫ്റ്റ് ഫാബ്രിക്. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അതിൻ്റെ ഒരു ഫൈൻ ക്ലോത്ത് എന്ന്. നിങ്ങൾക്ക് എപ്പോഴും ഫൈൻ ക്ലോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് എപ്പോഴും വീട്ടിലിടുമ്പോഴോ അല്ലെങ്കിൽ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോഴോ നമുക്ക് ഇത് നമ്മളുടെ 4XL സൈസിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സൈസ്. സൈസ് ഇത് ഇപ്പോൾ നമ്മൾ ഇത്ര നമുക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അത്ര വലിയ സൈസൊന്നും അല്ല. ഇത് അല്ലാണ്ട് എന്താ പറയുക, നമുക്ക് ഫൈനായിട്ട് ഉള്ള ഒരു ക്ലോത്ത് വേണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്താണ് ഈ ഒരു മെറ്റീരിയൽ. നല്ല ഭംഗിയാണ്. നല്ല സോഫ്റ്റ്നെസ് തന്നെ പറഞ്ഞു അറിയിക്കാൻ പറ്റില്ല. അത്രയും സോഫ്റ്റാണ്. സോ നമുക്കിത് കാണിച്ചു തരാം. ഇതിൻ്റെ 5XL സൈസ് ആട്ടോ. 5XL എന്ന് പറയുന്ന ഒരു സൈസാണിത്. ഇതിൻ്റെ ക്വാളിറ്റി കാണിച്ചു തരാം. ഞാൻ കാണുന്നുണ്ടോ ഒന്നും അറിയില്ല, ഒരു ക്ലിയർ ഇല്ലാത്ത മാതിരി. ഇതാണ് പാൻറ്റ്. പാൻറ്റൊക്കെ നല്ല കംഫർട്ടാണ് പാൻറ്റ് യൂസ് ചെയ്യാൻ. സാധാരണ ഇടുന്ന പാൻറ്റിൻ്റെ അത്ര സൈസ് തന്നെ ഉള്ളൂ. 5XL നല്ല ആണ് വരുമ്പം അങ്ങനെയൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എലാസ്റ്റിക്കാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സൈസാണ്. ഇവിടെ ഇതിനെ നോക്കുമ്പോഴാണ് മനസ്സിലാവും അതിൻ്റെ സൈസിൻ്റെ ഒരു ഡിഫറൻസ്. ഇവിടെ ഈ പാൻറ്റിൻ്റെ ഈ ഭാഗത്താണ് നമുക്ക് അതിൻ്റെ ലെങ്ത്തും വീതിയും ഡിഫറൻസ് വരുന്നത്. ഇതാണ് 5XLൻ്റെ പാൻറ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഇതാണ്
ഏകദേശം ഇത്രയും ലെങ്ത്താണ് വരുന്നത്. നമ്മളിപ്പോൾ സാധാരണ മാക്സി ഇടുന്ന ആ ഒരു ലെങ്ത് തന്നെ ഇതുള്ളൂ. മാക്സി ഇടുന്നവർക്കാണെങ്കിൽ ഇത് കോൺസെപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. കാരണം മാക്സി ഇടുന്നവർക്ക് കംഫർട്ടബിൾ ആണ്. മാക്സിക്ക് പകരം ഇടാവുന്ന ഒരു സാധനം ക്ലോത്താണ്. ഉണ്ടോന്ന് അറിയില്ല. നല്ല നല്ല സോഫ്റ്റ് ഫാബ്രിക് കേട്ടോ. മാക്സിക്കൊന്നും ഈ ഒരു ഫാബ്രിക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു കോട്ടൺ ഫാബ്രിക് ആണല്ലോ കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് കിട്ടാൻ വഴിയില്ല മാക്സിന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. നിങ്ങളുടെ സൈസ് ഏതാണെന്ന് വെച്ചാൽ സൈസിലാണ്, സൈസിൻ്റെ ടോപ്പാണ്. അപ്പോൾ ഇതാണ് സൈസ്. ഇത്ര ഡിഫറൻസ് ഉണ്ട്. ഞാനിത് ഫുള്ളായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഇത്ര ഡിഫറൻസ് ചെയ്യുന്നത്. സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഉമ്മമാർക്കൊക്കെ കൊള്ളുന്ന പാകം, അല്ലെങ്കിൽ ഒരു ഗർഭിണി വയറ്റിലുള്ള പ്രഗ്നൻസി ലേഡീസിനൊക്കെ കൊള്ളുന്ന അത്രയും ഒരു സൈസാണ് ഇതിലുള്ളൂ. അതിനെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നവർക്ക് ഇത് സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ സൈസ് അനുസരിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഇത്രയാണ് നമ്മളുടെ സൈസ് ചാർട്ട് ഉള്ളത്. ഇത്രയും സൈസാണ് ഉള്ളത്. ഇനി ഞാൻ റേറ്റ്സിൽ മാത്രമേ കാണിക്കാൻ ബാക്കിയുള്ളൂ. നമുക്ക് 3XL എത്ര നോക്കാം. 3XL സൈസ് ഇതാണ്. 3XL സൈസ് വരുന്നത് ഇതാണ്. 3XL സൈസ് വരുന്നത് നമ്മളുടെ 3XL. ഇത് റെഡ് കളറാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. എല്ലാം സോഫ്റ്റ് മെറ്റീരിയലാണ്. ഭയങ്കര പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ കയ്യിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെയാണ് തോന്നുക. ഭയങ്കര കംഫർട്ടബിളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം സോ നൈസ്. ഇതിൻ്റെ കളർ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരു റെഡിഷ്, ഒരു ബ്ലഡ് റെഡ് കളറാണ് കേട്ടോ. ബ്ലഡ് റെഡ് കളർ നിങ്ങൾക്ക് അറിയില്ലേ, ആ ഒരു കളർ. പക്ഷേ ഇത് ചിലപ്പോൾ ഒരു കളർ ഒരു പിങ്ക് ആയിട്ടൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. ഇത് ബ്ലഡ് റെഡ് കളറാണ്. സൈസ് കഴിക്കാനാണല്ലോ ഞാനിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോത്ത്. നല്ല രസമാണ്. ഫസ്റ്റ് ക്ലോത്താണ്. ഇത് 3XL. ഇത് 3XL സൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ള് കാണാം. ഇതിൻ്റെ സൈസ് ടോപ്പ്, ഇത് ബോട്ടം. നമുക്ക് പാൻറ് നോക്കാം. ഇതാണ് പാൻറ് വരുന്നത്. ഇത്രയാണ് ഹാച്ച് വരുന്നത്. നല്ല ഇലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ സൈസ് അടിപൊളിയായിട്ടുള്ള സൈസാണ്. ഇങ്ങനെ വെച്ചാൽ ഇതാണ് സൈസ് വരുന്നത്. ഇവിടെ ഒന്നും അറിയില്ല. നല്ല സൈസ്. ഈ ബ്രൈറ്റ്നെസ് അങ്ങനെ ഡിഫറെൻ്റ് ആവുന്നില്ല. ഇതാണ് സൈസ്. പാൻറ്റിൻ്റെ നല്ല ഭംഗിയുള്ള ക്ലോത്താണ്. എനിക്ക് നിൽക്കാനൊന്നും തോന്നാറില്ല. ശരിക്കും നല്ല നല്ല ക്ലോത്തായിട്ട് നമുക്ക് തന്നെ ഇടാനാണ് തോന്നുന്നത്. സ്കൂളിൽ നമ്മൾ വാങ്ങിയതാണല്ലോ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ക്ലോത്തിന്റെ ടോപ്പാണിത്. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് ഡ്രസ്സ് കിട്ടും. പല സ്ഥലത്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ പറയട്ടെ, മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പല ടൈപ്പ് മെറ്റീരിയൽസ് ആയിട്ട് കിട്ടുക. അതായത് പല ടൈപ്പ് മെറ്റീരിയൽസ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ബ്ലാക്കിനെ പോലത്തെ ഒരു റഫ് മെറ്റീരിയൽസ്, അങ്ങനെ പല ടൈപ്പും നമുക്ക് കിട്ടും. പക്ഷേ ഈവൻ അങ്ങനത്തെ ആൾക്കാർക്ക് പോലും ഉണ്ടാവും ക്ലോത്ത് നന്നായിരിക്കണം എന്നുള്ളത്. ക്ലോത്ത് നന്നായി കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ അങ്ങനെ കംഫർട്ടബിളിൽ ഇട്ടിരിക്കാം. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ നല്ലൊരു ഫൈൻ ക്ലോത്ത് നോക്കിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 3XL ടൈപ്പാണ്. അപ്പോൾ ഇത് എത്ര വരുന്നത് നോക്കാണോ ഈ ഒരു സൈഡ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എനിക്ക് പാകാം. 2XL എനിക്ക് കുറച്ച് ഫിറ്റായിരിക്കും. ഇത് എനിക്ക് കറക്റ്റായിട്ട് പാകാണ്. ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റായിട്ട് നിൽക്കാതെ ഇച്ചിരി കോട്ട് സെറ്റ് മാതിരി ഇച്ചിരി ലൂസായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് 3XL വരുന്നത്. 3XL ആണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ നീളം, കയ്യിൻ്റെ വീതി ഒക്കെ നോക്കിക്കോട്ടെ. ബാക്ക് ഞാൻ ഒന്നിൻ്റെ കാണിച്ചിട്ടില്ല കേട്ടോ. ബാക്ക് ഇതാ അടിപൊളിയാണ്. ഇങ്ങനെ വരുന്നത് സൂപ്പറായിട്ട്. പിന്നെ കോളറാണെങ്കിൽ കോളറും നല്ല സൂപ്പറായിട്ട് ഫിനിഷ്, അടിപൊളി ഫിനിഷിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ. നമുക്ക് പെരുന്നാളിലാണ് അപ്പോൾ നല്ല രസമായിരിക്കും.